ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് പരശുരാമൻ്റെ കഥ കേട്ടാലോ. പുരൂരവസിൻ്റെ വംശത്തിൽ ഗാധി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ മകളായിരുന്നു സത്യവതി. വളരെ സുന്ദരിയായിരുന്ന സത്യവതിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ ഋചീകൻ എന്നൊരു മഹർഷി രാജാവിനെ ചെന്നു കണ്ടു. ഉന്നത കുലമായ കുശികകുലജാതരായതുകൊണ്ട് രാജാവിന് ആ മഹർഷി തൻ്റെ മകൾക്കത്ര ചേരില്ല എന്ന് തോന്നി. രാജാവ് വെളുത്ത നിറമുള്ളതും ഒരു കാത് കറുത്തതുമായ 1000 കുതിരകളെ നൽകിയാൽ മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് മഹർഷിയോട് പറഞ്ഞു. ഇത് കേട്ട മഹർഷി വരുണനെ ചെന്ന് കണ്ട് അത്തരത്തിലുള്ള കുതിരകളെ തനിക്ക് നൽകണമെന്ന് യാചിച്ചു. ഇത് കേട്ട് വരുണൻ അത്തരത്തിലുള്ള 1000 കുതിരകളെ, ഒരു കാത് കറുത്തതും വെളുത്ത നിറമുള്ളതുമായിട്ടുള്ള 1000 കുതിരകളെ ഈ ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണൻ ആ കുതിരകളെയും കൊണ്ട് രാജാവിനെ ചെന്ന് കണ്ട് രാജാവിന് കൊടുത്തു. ഇത് കണ്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് തൻ്റെ മകളെ ഈ ഋചീക മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹശേഷം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ സത്യവതി തനിക്കും തൻ്റെ അമ്മയ്ക്കും ശ്രേഷ്ഠരായ കുട്ടികൾ ഉണ്ടാകണമെന്ന ആഗ്രഹം ഋചീക മഹർഷിയോട് പറഞ്ഞു. ഇത് കേട്ട മഹർഷി ബ്രാഹ്മമന്ത്രങ്ങളും ക്ഷാത്രമന്ത്രങ്ങളും ജപിച്ച് 2 തരം ഹവിസുണ്ടാക്കി വെച്ചു. മഹർഷി തനിക്ക് ബ്രാഹ്മണനായ ഒരു പുത്രനും ഭാര്യയുടെ അമ്മ രാജ്ഞിയായതുകൊണ്ട് അവർക്ക് ക്ഷത്രിയനായൊരു പുത്രനും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഹവിസുണ്ടാക്കിയതിന് ശേഷം മഹർഷി സ്നാനത്തിന് പോയ സമയത്ത് സത്യവതിയുടെ അമ്മ സത്യവതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹവിസിന് മഹാത്മ്യം കൂടുമെന്ന് ചിന്തിച്ച് ആ ഹവിസ് തനിക്ക് തരണമെന്ന് മകളായ സത്യവതിയോട് ആവശ്യപ്പെട്ടു. സത്യവതി അമ്മ പറഞ്ഞതനുസരിച്ചു. അങ്ങനെ മകളുടെ ഹവിസ് അമ്മയും അമ്മയ്ക്ക് ക്ഷത്രിയനായ പുത്രൻ ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയ ഹവിസ് സത്യവതിയും എടുത്തു കഴിച്ചു. മഹർഷി ഇതറിഞ്ഞപ്പോൾ, നീ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. ഇനി നിനക്ക് ആയുധധാരിയായ ഒരു മകൻ ജനിക്കും. നിന്റെ അമ്മയ്ക്ക് ബ്രഹ്മജ്ഞാനിയായ ഒരു മകനും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട സത്യവതിക്ക് വലിയ സങ്കടമായി. ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു മകനെ തനിക്കും തരണേ എന്ന് അവർ മഹർഷിയോട് ആവശ്യപ്പെട്ടു. ദയ തോന്നിയ മഹർഷി പുത്രൻ്റെ പുത്രൻ ക്ഷത്രിയ സ്വഭാവത്തോടു കൂടിയായിത്തീരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സത്യവതിക്കുണ്ടായ പുത്രനാണ് ജമദഗ്നി മഹർഷി. ജമദഗ്നി മഹർഷി മഹാതപസ്വിയും വേദങ്ങളിലെല്ലാം നല്ല അറിവുമുള്ള ആളായി മാറി. വിവാഹപ്രായമായപ്പോൾ അദ്ദേഹം പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ മകളായ രേണുകയെ വിവാഹം ചെയ്തു. യജ്ഞവേദിയിലെ ഹോമത്തിൽ നിന്നും പ്രസേന രാജാവിനുണ്ടായ മകളാണ് രേണുക. പതിവ്രതയായ രേണുകയ്ക്ക് തൻ്റെ പാതിവ്രത്യധർമ്മനിഷ്ഠ കൊണ്ട് പല അത്ഭുത ശക്തികളും ലഭിച്ചിരുന്നു. അവർക്ക് മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം ചുട്ടെടുക്കാതെ തന്നെ അതിൽ വെള്ളം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. അവർ ദിവസവും മഹർഷിക്ക് ആശ്രമത്തിലെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി നദിയിൽ ചെന്ന് മണ്ണ് കുഴച്ച് ഒരു കുടമുണ്ടാക്കി ആ കുടത്തിൽ വെള്ളം നിറച്ച് കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഒരിക്കൽ രേണുക അങ്ങനെ വെള്ളമെടുക്കാനായി നദിക്കരയിലേക്ക് പോയപ്പോൾ അവിടെ ചിത്രരഥൻ എന്നൊരു രാജാവ് തൻ്റെ പത്നിമാരുമായി ക്രീഡിക്കുന്നത് കണ്ടു. ഇത് കണ്ട രേണുക അത് നോക്കി അങ്ങനെ കുറേ നേരം നിന്നു. തൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ രേണുകയ്ക്ക് പച്ചക്കുടത്തിൽ വെള്ളം കൊണ്ടുവരാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. വെള്ളമില്ലാതെ തിരികെ എത്തിയ രേണുകയെ ജമദഗ്നി മഹർഷി കണ്ടു. തൻ്റെ പത്നിക്ക് സംഭവിച്ച തെറ്റു മനസ്സിലാക്കിയ ജമദഗ്നി മഹർഷി കോപിച്ചു. ജമദഗ്നി തൻ്റെ മൂത്ത 4 പുത്രന്മാരോടും തെറ്റ് ചെയ്ത അമ്മയെ കൊല്ലുവാൻ പറഞ്ഞു. എന്നാൽ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവരാരും അച്ഛൻ പറഞ്ഞതിനെ അനുസരിച്ചില്ല. മഹർഷി കോപിച്ച് അവരെ ശപിച്ച് ജഡതുല്യരാക്കി മാറ്റി. ആ സമയത്താണ് ഇളയ പുത്രനായ പരശുരാമൻ ആശ്രമത്തിലെത്തിയത്. മഹർഷി പരശുരാമനോടും അമ്മയെ കൊല്ലാൻ ആവശ്യപ്പെട്ടു.
ഉടൻ തന്നെ പരശുരാമൻ മറ്റൊന്നും ചിന്തിക്കാതെ അച്ഛൻ പറഞ്ഞതിനെ എന്തു തന്നെയായാലും അനുസരിക്കണമെന്ന ഉദ്ദേശത്തോടെ അമ്മയെ തൻ്റെ മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തി. ഇത് കണ്ടപ്പോൾ മഹർഷിയുടെ കോപം മാറി. താൻ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ച് ആ പുത്രനെ അനുഗ്രഹിച്ച് എന്തു വരമാണ് വേണ്ടത് എന്ന് ജമദഗ്നി മഹർഷി പരശുരാമനോട് ചോദിച്ചു. തൻ്റെ അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടണമെന്നും താൻ അമ്മയെ വധിച്ചത് ഒരിക്കലും ഓർമ്മ വരരുതെന്നും അതുകൊണ്ട് തനിക്കൊരു പാപവും ഉണ്ടാകരുത് എന്നുമുള്ള വരം പരശുരാമൻ മഹർഷിയോട് ചോദിച്ചു. വലിയ താപസനായ അച്ഛൻ വിചാരിച്ചാൽ അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പരശുരാമന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അച്ഛൻ പറഞ്ഞ ഉടൻ തന്നെ അമ്മയെ വധിച്ചത്. തൻ്റെ സഹോദരന്മാരെല്ലാം മുമ്പത്തെ പോലെ ആയിത്തീരണമെന്നും താൻ പോരിൽ അജയ്യനായി തീരണമെന്നും തനിക്ക് ദീർഘായുസ്സ് ഉണ്ടാകണമെന്നും പരശുരാമൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. ജമദഗ്നി മഹർഷി സന്തോഷത്തോടെ ആ വരങ്ങളെല്ലാം നൽകി പരശുരാമനെ അനുഗ്രഹിച്ചു. ഈ പരശുരാമനാണ് കാർത്തവീര്യാർജുനനെയും 21 വട്ടം ക്ഷത്രിയ വംശത്തെയും നശിപ്പിച്ചത്. അതിന് കാരണമായിട്ടുള്ള കഥ പറയാൻ കഥമുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.